ഇറാനിൽ നിന്നൊരു ഗൗരവകരമായ വിഷയം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരേ ഒരു ചോദ്യം: ആരാണ് ശരിക്കും ഇറാനെ ഭരിക്കുന്നത്? വിയർത്തു നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ, തെരുവുകളിൽ പുകയുന്ന പ്രതിഷേധങ്ങൾ, ഇതിനിടയിൽ ഇറാന്റെ യഥാർത്ഥ കടിഞ്ഞാൺ പിടിക്കുന്നത് ആരാണ്? സർക്കാരിന് മുകളിൽ മറ്റൊരു സൂപ്പർ പവർ വളർന്നു വരുന്നുണ്ടോ? ഷാഡോ ഫോഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സിസ്റ്റം പൂർണ്ണമായും കൈക്കലാക്കുകയാണോ? ഖമേനിക്ക് ശേഷം ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലേക്കാണോ ഇറാൻ പോകുന്നത്? ഈ ഒരു ഡീപ് സ്റ്റേറ്റ് രഹസ്യങ്ങൾ പരിശോധിക്കാം. നമുക്ക് ആദ്യം IRGC എന്താണ് എന്ന് നോക്കാം. ശരിക്കും ഇതൊരു സൈന്യം മാത്രമല്ല, ഇതൊരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ്. അതായത് ഗവൺമെന്റിന് മുകളിൽ പടർന്നു പന്തലിച്ച ഒരു നിഴൽ ഭരണകൂടമാണ് IRGC എന്ന് പറയുന്നത്. ഇറാന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ പോലും മറികടക്കാൻ കെൽപ്പുള്ള ഒരു സമാന്തര ശക്തി. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ റെഗുലർ ആർമിയെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിഭാഗമാണിത്. പക്ഷേ ഇന്ന് അവർക്ക് സ്വന്തമായി ലാൻഡ്, നേവൽ, എയറോസ്പേസ് ഡിവിഷനുകളുണ്ട്. ഇതിനെല്ലാം പുറമെ ഇതിന് ശക്തമായ ഒരു ഇന്റലിജൻസ് വിങ്ങുമുണ്ട്. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്ത് ഓപ്പറേഷൻസ് നടത്തുന്ന ഖുദ്സ് ഫോഴ്സ് കൂടിയാകുമ്പോൾ IRGC ഒരു കംപ്ലീറ്റ് പാക്കേജായി മാറുന്നു. ഇറാൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തവും നിഗൂഢവുമായ വിഭാഗങ്ങളിൽ ഒന്നാണ് ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാൻ നടത്തുന്ന രഹസ്യ നീക്കങ്ങളിലും സൈനിക ഇടപെടലുകളിലും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നു. ഇറാന്റെ വിദേശ നയങ്ങൾ സൈനിക കരുത്തിലൂടെ നടപ്പിലാക്കുന്ന ഒരു സുപ്രധാന വിഭാഗമാണിത്. ശരിക്കും ഇപ്പോൾ ഈ IRGCക്ക് ഗവൺമെന്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഓട്ടോണമി ഉണ്ട്. അതായത് ഭരണകൂടം എന്ത് തീരുമാനമെടുത്താലും ഈ IRGCയുടെ അനുവാദം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ഇറാന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സക്സഷനാണ്. സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനിയുടെ പ്രായം ഇപ്പോൾ 90 അടുക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അധികാരം ചോർന്നു പോകാതിരിക്കാൻ IRGC വളരെ തന്ത്രപരമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം ഇറാനിലെ യുവാക്കളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റുകയാണ്. പക്ഷേ ഇത്രയും അധികം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടും ഈ ഒരു സിസ്റ്റം തകരാത്തതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് IRGCയുടെ കടുത്ത നിയന്ത്രണമാണ്. ഖമേനിക്ക് ശേഷം തങ്ങൾക്ക് അനുകൂലമായ ഒരാളെ സുപ്രീം ലീഡറായി വാഴിക്കാനാണ് ഇവർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി തന്നെ ആ സ്ഥാനത്തേക്ക് വന്നേക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെറുതെ തോക്ക് കാണിച്ചു മാത്രമല്ല ഇവർ ഭരിക്കുന്നത്. ഇറാനിന്റെ ഇക്കണോമിയുടെ നട്ടെല്ല് പോലും ഇവരുടെ കയ്യിലാണ്. ഖതം അൽ അൻബിയ പോലുള്ള ഭീകരമായ ബിസിനസ് ഗ്രൂപ്പുകൾ വഴി ഇറാനിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, കൺസ്ട്രക്ഷൻ സെക്ടറുകൾ ഇവർ കൺട്രോൾ ചെയ്യുകയാണ്. വിദേശ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാങ്ഷനുകൾ ശരിക്കും സഹായിച്ചത് ഈ IRGC നെറ്റ്വർക്കിനെയാണ്. കാരണം ഒഫീഷ്യൽ ചാനലുകൾ ബ്ലോക്ക് ആയപ്പോൾ ഇവർ ഷാഡോ ഓയിൽ എക്സ്പോർട്സ് വഴിയും ഡിജിറ്റൽ അസറ്റുകൾ ഉപയോഗിച്ചും പണം ഉണ്ടാക്കാൻ പഠിച്ചു. സർക്കാരിന്റെ ബജറ്റിനെ ആശ്രയിക്കാതെ തന്നെ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പോലും ഈ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് IRGCക്ക് ആധിപത്യം തുടരാൻ സാധിക്കും. ഇനി ഇതിന്റെ ഇന്റർനാഷണൽ ഇമ്പാക്റ്റ് നോക്കാം. ലോകരാജ്യങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ ഡീലുകളെക്കുറിച്ചും പ്രാദേശിക പോരാട്ടങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുമ്പോൾ അവർ ശരിക്കും ഡീൽ ചെയ്യുന്നത് ഈ ഗാർഡുകളോടാണ്. IRGC ഇപ്പോൾ ഇറാന്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഭരണത്തിൽ മാറ്റം വന്നാലും അവരുടെ വിദേശ നയങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. കാരണം IRGC എപ്പോഴും ഒരു കൺഫ്രണ്ടേഷൻ അഥവാ പോരാട്ടത്തിന്റെ പാത ഇഷ്ടപ്പെടുന്നവരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാനിലെ വരാനിരിക്കുന്ന ദിവസങ്ങൾ ശരിക്കും നിർണായകമാണ്. അധികാര കസേരയിൽ ആര് ഇരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം, അതിനേക്കാൾ ഉപരി പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന IRGC എത്രത്തോളം ശക്തമായി തുടരും എന്നതാണ്. തോക്കും പണവും അതിജീവന തന്ത്രങ്ങളും ഒരേപോലെ കയ്യിലുള്ള ഒരു വിഭാഗം ഭരണം നിയന്ത്രിക്കുമ്പോൾ ഇറാൻ ഒരു സമ്പൂർണ്ണ സൈനിക സ്വച്ഛാധിപത്യത്തിലേക്ക് മാറുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.